വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയുടെ ഈശോയുടെ സജീവമായ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഇന്ന് വിശ്രമിക്കുവാനായിട്ട് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 73 അധ്യായം 26 വാക്യം ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങുവാനായിട്ട് സാധിക്കട്ടെ. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടെ നിന്നാണ് എന്നെ എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഇതൊരു പ്രാർത്ഥനയായി സ്വീകരിച്ചുകൊണ്ട് നമുക്കിന്ന് ഉറങ്ങാം. നമുക്കൊന്നും കൂടെ ആ വചനം വായിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഗാനത്തിന് ഈരടിയോട് ചേർന്നുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ സ്നേഹത്തിലേക്ക് നമുക്ക് ലയിച്ചു ചേരാം. സ്നേഹം നിറഞ്ഞവരെ, വചനത്തിൽ ഇപ്രകാരം വായിച്ചു, ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം. എൻ്റെ ശരീരം മനസ്സ് ഒക്കെ ക്ഷീണിച്ചു പോയേക്കാം, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. കാരണം ദൈവമാണ് എൻ്റെ ബലം. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു വലിയ ബോധ്യമാണ്. ദൈവമാണ് എൻ്റെ ബലം, ഈശോയാണ് എൻ്റെ ബലം. വിശുദ്ധ കുർബാനയിൽ എൻ്റെ കൂടെയുള്ള ഈശോയാണ് എൻ്റെ ബലം. അതാണ് ഓരോ ദിവസവും നമുക്ക് ജീവിക്കുവാനുള്ള ശക്തി. കാരണം ഈ ഭൂമിയിൽ ഈശോ എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്നുള്ള ബോധ്യം, അതാണ് എൻ്റെ ബലം. ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്തും ഈശോ അൾത്താരയിൽ വന്ന് എൻ്റെ നാവിൽ വരുന്നു, എൻ്റെ ശരീരത്തിൽ വരുന്നു. എന്നെ സ്നേഹിക്കാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ കൂടെ ഈശോ വരുന്നു. അതാണ് എൻ്റെ ബലം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയാണ് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഈശോ. അതാണ് നമ്മുടെ ബലം. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നിന്നാണ്
എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ